മേഖലയിൽ സംഘർഷാന്തരീക്ഷം തുടരുകയും ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുകയും ചെയ്യുന്നതിനിടെ കോർഫക്കാൻ തുറമുഖത്ത് വൻ വിപുലീകരണ പദ്ധതികളുമായി UAE. ഹോർമൂസ് കടന്നു പോകാതെ രാജ്യത്തേക്ക് ചരക്കുകൾ എത്തിക്കാനും തിരിച്ചു കൊണ്ടുപോകാനും സഹായിക്കുന്നതാണ് കോർഫക്കാൻ തുറമുഖം. കോർഫക്കാൻ തുറമുഖത്തിന്റെ വാർഷിക കണ്ടെയ്നർ ശേഷി 50 ലക്ഷമാക്കി ഉയർത്തുന്നതിനുള്ള വിപുലീകരണ പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ശേഷി 1 കോടി കണ്ടെയ്നറായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് ഷാർജ പോർട്സ് കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺസ് അതോറിറ്റി അറിയിച്ചു. ഒമാൻ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോർഫക്കാൻ തുറമുഖത്തിന് അന്താരാഷ്ട്ര കപ്പൽ പാതകളിലേക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റിയുണ്ട്. UAEയിലെ മറ്റു തുറമുഖങ്ങൾ, ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ, അതിർത്തികൾ, റോഡ് ശൃംഖലകൾ, വ്യാപാര ഇടനാഴികൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിപുലമായ സംവിധാനത്തിന്റെ പ്രധാന ഭാഗമാണ് തുറമുഖം. ആഴമേറിയ ജലപാതയുള്ള ബെർത്തുകളും ഉയർന്ന കാര്യക്ഷമതയുള്ള ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും കോർഫക്കാൻ തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് പോലും തുറമുഖത്തെത്താനും ചരക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കും. ഷാർജയുടെ കിഴക്കൻ തീരത്തുള്ള കോർഫക്കാൻ തുറമുഖം, പടിഞ്ഞാറൻ തീരത്തെ ഖാലിദ് തുറമുഖം, ഹംറിയ തുറമുഖം എന്നിവ ഉൾപ്പെടുന്ന ഷാർജയുടെ വിപുലമായ സമുദ്ര ഗതാഗത ശൃംഖലയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഷാർജയിലെ അൽ സജ, അൽ ദൈത്ത് മേഖലകളിലെ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളും അതിർത്തി ക്രോസിംഗുകളും റോഡ് ശൃംഖലകളും വ്യാപാര ഇടനാഴികളും ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. തുറമുഖങ്ങളിലെത്തുന്ന ചരക്കുകൾ ഉൾപ്രദേശങ്ങളിലേക്കും പ്രാദേശിക വിപണികളിലേക്കും വേഗത്തിൽ എത്തിക്കുന്നതിനും റീ എക്സ്പോർട്ട് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഈ ശൃംഖല സഹായിക്കും. GCCയിലെ മറ്റ് വിപണികളുമായി ബന്ധിപ്പിക്കുന്ന അതിർത്തി വ്യാപാര ലോജിസ്റ്റിക്സ് ഇടനാഴികളും ശൃംഖലയുടെ ഭാഗമാണ്. ഇതിലൂടെ പ്രാദേശിക ചരക്ക് നീക്കങ്ങൾക്ക് കൂടുതൽ ഗതാഗത മാർഗങ്ങൾ ലഭ്യമാകും. വ്യാപാര പ്രവാഹം സുഗമമാക്കുക, വിതരണ ശൃംഖലയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, പ്രാദേശിക ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുക എന്നിവയാണ് സംയോജിത സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് ഷാർജ പോർട്സ് കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺസ് അതോറിറ്റി വ്യക്തമാക്കി. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഒമാനുമായി ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ഹോർമൂസ് തുറക്കുന്നത് ജൂണിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ അമേരിക്കയുടെ നിലപാടിനെ ആശ്രയിച്ചാകുമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ഖത്തർ സൈന്യത്തിന്റെ കസ്റ്റഡിയിലുള്ള ഇറാനിയൻ പൈലറ്റുമാരുടെ വിഷയത്തിൽ അന്വേഷണം നടത്താൻ അനുമതി നൽകണമെന്ന് ഇറാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും US ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. എന്നാൽ നിർണായകമായ ജലപാത അമേരിക്ക ഉടൻ തന്നെ സ്വന്തമാക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. വിയറ്റ്നാമിനേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ പ്രയോഗിച്ചതായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം തുടരുകയാണ്. ഇറാനെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളാണ് അമേരിക്കയുടെ ആലോചനയിലുള്ളത്. അതേസമയം ഇറാനെ സാമ്പത്തികമായി കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ആക്രമണം അവസാനിപ്പിച്ച് ഇറാനെ സാമ്പത്തികമായി കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഉയർന്ന ഇന്ധനവില കുറച്ചുകാലം കൂടി ജനങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ അഭിനന്ദിച്ച് ട്രംപ് രംഗത്തെത്തി. കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കുന്നതിനുള്ള വലുതും ധീരവും പ്രധാനപ്പെട്ടതുമായ ആദ്യപടി എന്നാണ് ട്രംപ് കരാറിനെ വിശേഷിപ്പിച്ചത്. 3 രാജ്യങ്ങളും മക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശങ്ങൾ. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ സായുധ ആക്രമണം നടത്തുന്നത് അവർക്കെല്ലാമെതിരായ ആക്രമണത്തിന് തുല്യമാണ് എന്നതാണ് കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓഗസ്റ്റ് 7-ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് എന്നിവർ ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതേസമയം മക്ക കരാർ ദേശീയ സുരക്ഷയിലും പ്രാദേശിക സമാധാനത്തിലും സ്ഥിരതയിലും ചെലുത്തുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്തി വരികയാണെന്ന് ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.